ഇസ്രായേൽ ആക്രമണത്തിൽ തിരിച്ചടിച്ച് ഹമാസ് രംഗത്തെത്തി. ടെൽ-അവീവിൽ റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ടാണ് ഹമാസ് തിരിച്ചെത്തിയത്. ഗസയിൽ ഇസ്രായേൽ വംശഹത്യ പുനരാരംഭിച്ചതിൽ പ്രതിഷേധിച്ചാണ് തിരിച്ചടിയെന്ന് ഹമാസിന്റെ വക്താക്കൾ അറിയിച്ചു. തെക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് 3 പ്രൊജക്ടൈലുകൾ പതിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു പ്രൊജക്ടൈൽ വ്യോമസേന തടഞ്ഞതായും മറ്റ് 2 പ്രൊജക്ടൈലുകൾ തുറസായ സ്ഥലത്ത് പതിച്ചതായും സൈന്യം കൂട്ടിച്ചേർത്തു. ആക്രമണത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ-ഖസം ബ്രിഗേഡാണ് ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ചത്. ഈ ആഴ്ച ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായി M-19 റോക്കറ്റുകളുടെ ഒരു ബാരൽ ഉപയോഗിച്ച് ടെൽ-അവീവ് നഗരത്തിൽ ബോംബാക്രമണം നടത്തുകയായിരുന്നു എന്നാണ് ഹമാസ് അറിയിച്ചത്. ജനുവരി മുതലുള്ള വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചതിന് ശേഷം ഇതാദ്യമായാണ് ഗസയിൽ നിന്ന് റോക്കറ്റുകൾ തിരിച്ചുവരുന്നത്. ചൊവ്വാഴ്ച ഇസ്രായേൽ വ്യോമാക്രമണം ആരംഭിച്ച് ഒരു ദിവസത്തിനു ശേഷം കരയാക്രമണവും പുനരാരംഭിച്ചിരുന്നു. യമനിലെ ഹൂത്തി വിമതരിൽ നിന്നും ഇസ്രായേലിന് കഴിഞ്ഞ ദിവസം വെടിവെപ്പ് നേരിട്ടിരുന്നു. ഗസയിൽ ഇസ്രായേൽ വീണ്ടും യുദ്ധം ആരംഭിച്ചതിന് മറുപടിയായി ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചതായി ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തികൾ അറിയിച്ചു. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ശേഷം ഹൂത്തികൾ നടത്തുന്ന 2ാമത്തെ ആക്രമണമാണിത്. എന്നാൽ മിസൈൽ ഇസ്രായേൽ തടഞ്ഞിരുന്നു. അതേസമയം ബുധനാഴ്ച ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിന് പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധിച്ചു. ഗസയിലെ യുദ്ധത്തെ ചൊല്ലി ഭിന്നതകൾ നിൽക്കുന്ന സർക്കാർ തകർന്ന് പുതിയ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് നെതന്യാഹു യുദ്ധം പുനരാരംഭിച്ചതെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതം നൽകിയതിനെ തുടർന്ന് ഇസ്രായേലി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച തീവ്ര വലതുപക്ഷ മന്ത്രിയായിരുന്ന ഇറ്റമർ ബെൻഗ്വിർ യുദ്ധം പുനരാരംഭിച്ചതിനാൽ നെതന്യാഹുവിന്റെ സഖ്യത്തിലേക്ക് മടങ്ങുമെന്നും പ്രഖ്യാപിച്ചു. അതേസമയം ഗസയിൽ നടന്ന വ്യോമാക്രമണത്തിൽ 400-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കുട്ടികളാണെന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഇസ്രായേൽ നഗരമായ ടെൽ-അവീവിനെയും അതിന്റെ പ്രാന്തപ്രദേശങ്ങളെയും ലക്ഷ്യമിട്ട് 2 M-19 റോക്കറ്റുകൾ ഉപയോഗിച്ചായതാണ് ഹമാസിന്റെ സായുധ വിഭാഗം സ്ഥിരീകരിച്ചത്. കുറച്ചുകാലം മുമ്പ് ഗസ മുനമ്പിന്റെ പ്രദേശം കടന്ന് രാജ്യത്തിന്റെ മധ്യഭാഗത്തുള്ള സമുദ്രാതിർത്തിയിൽ പതിച്ച ഒരു വിക്ഷേപണം കണ്ടെത്തി. നയപരമായ മുന്നറിയിപ്പുകളൊന്നും നൽകിയിരുന്നില്ല. അതേസമയം ഇസ്രായേലിലേക്ക് കടക്കാത്ത മറ്റൊരു വിക്ഷേപണവും കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ വ്യോമസേന അറിയിച്ചു. ടെൽ-അവീവിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലുമായി മധ്യസ്ഥരുമായി ഇതിനകം ചർച്ച ചെയ്ത ഒരു കരാറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ഗസ വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസ് ഉറച്ചു നിൽക്കുന്നു. അതേസമയം മധ്യ തെക്കൻ ഗസ മുനമ്പിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 19 ഫലസ്തീനികളും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച അഥവാ ഇന്നലെ നടക്കാനിരുന്ന സമാധാന ചർച്ചകൾ ആസൂത്രണം ചെയ്തതുപോലെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇതും ഇനിയും സാധിച്ചിട്ടില്ല. ഖത്തർ, ഈജിപ്ത്, ഇസ്രായേൽ എന്നിവിടങ്ങളിൽ ചർച്ചകൾക്കായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചൊവ്വാഴ്ച യാത്ര തിരിക്കുമെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. വ്യാഴാഴ്ചത്തെ ചർച്ചകൾക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് ഇസ്രായേൽ സർക്കാർ പറഞ്ഞെങ്കിലും യുദ്ധത്തിനു മുമ്പ് ഗസയെ നയിച്ചിരുന്ന ഫലസ്തീൻ സംഘടനയായ ഹമാസ് കൂടുതൽ ചർച്ചകൾക്ക് പകരം ഇതിനകം അംഗീകരിച്ച ഒരു നിർദ്ദേശം നടപ്പിലാക്കാൻ പ്രായോഗികമായി ഒരു പദ്ധതി തയ്യാറാക്കി വരികയാണെന്നും ഇവർ പറഞ്ഞു. പ്രദേശത്തേക്ക് വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് കാര്യം വിരൽ ചൂണ്ടുന്നത്. തെക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് 3 പ്രൊജക്ടുകൾ പതിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു എന്ന് ആദ്യം വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എങ്കിലും ഇതിൽ ചില മാറ്റങ്ങളും വന്നതായി പുതിയ വിവരങ്ങൾ വരുന്നു. ഏതായാലും റോക്കറ്റുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം തുടങ്ങിയതോടുകൂടി 2 മേഖലയിലെ യുദ്ധം കനക്കുമെന്നുള്ള ആശങ്കയാണ് മധ്യേഷ്യയിൽ നിന്നും ഉയരുന്നത്.